വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് റിസൾട്ട് തരുന്നു. ഇതാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിമ്പിൾ HTML ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ നമ്പർ പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ എന്ന് അറിയാനുള്ള ഒരു PHP പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബോക്സിന് പേര് കൊടുത്തിരിക്കുന്നത് നം എന്നാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ PHPയിൽ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ആദ്യം $num ഈക്വൽ ടു പോസ്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ $_ ക്യാപിറ്റൽ ലെറ്ററിൽ പോസ്റ്റ് എന്ന് കൊടുത്തു. ദെൻ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിന്റെ പേര് നം എന്നായതുകൊണ്ട് നം എന്ന് കൊടുക്കുന്നു. നം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ നമുക്ക് $numൽ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനിയാണ് നമ്മൾ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ, അതായത് ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈഫ് എന്നെഴുതുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ നേരത്ത് നമ്മൾ എഴുതുന്ന കീവേഡാണ് ഈഫ്. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് $num, അതായത് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് എൻ്റർ ചെയ്തെടുക്കുന്ന ഈ ഒരു വേരിയബിൾ $num >0 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത നമ്പർ 0യേക്കാൾ വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് നമ്പർ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനെ നമ്മൾ കേളി ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു കേളി ബ്രാക്കറ്റിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്കോ ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ, ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, അതായത് ഞാൻ ഇതിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ 0യേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് നമ്പർ എഴുതി കാണിക്കണം എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്തൊന്ന് റൺ ചെയ്ത് നോക്കാം. 10 ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ. 9 ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ -9 എന്ന് കൊടുക്കുന്നു. സോറി, -1 എന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. കാരണം അത് 0യേക്കാൾ കൂടുതലല്ലാത്തത് കൊണ്ട് ഒന്നും വരത്തില്ല. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എൽസീഫ് യൂസ് ചെയ്യാം. എൽസീഫ് ബ്രാക്കറ്റില് $num ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ കോപ്പി ചെയ്ത് താഴെ ഇടുന്നു. ദെൻ പോസിറ്റീവ് എന്നുള്ളത് മാറ്റിയിട്ട് നെഗറ്റീവ് എന്നിട്ട് സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ദിസ് ഈസ് എ നെഗറ്റീവ് നമ്പർ. അത് ആദ്യം എൻ്റർ ചെയ്ത റിസൾട്ട് ആണ് വന്നിരിക്കുന്നത്. -9 സബ്മിറ്റ് കൊടുത്തു. ദിസ് ഈസ് എ നെഗറ്റീവ് നമ്പർ. -7 ദിസ് ഈസ് എ നെഗറ്റീവ് നമ്പർ. 10 ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ. അതായത് ഞാൻ 0യേക്കാൾ വലുതായിട്ടുള്ള നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനാണ് വർക്ക് ചെയ്തത്. അതായത് നമ്പർ 0യേക്കാൾ വലുതാണ്. എന്നാൽ -9 എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷനാണ് വർക്ക് ചെയ്തത്, 0യേക്കാൾ കുറവാണ്. ഓക്കെ, ഇതാണ് ഈഫും എൽസീഫും. ഇനി നമുക്ക് 0 എന്ന് എൻ്റർ ചെയ്ത് നോക്കാം. 0 എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എൽസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ യൂസ് ചെയ്യാം. എൽസ്, അതായത് ഈ കണ്ടീഷൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇനി ഈ
ഈഫും എൽസും അല്ല വേറെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എൽസില് എക്കോ ദിസ് ഈസ് സീറോ എന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞാൻ സീറോ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് സീറോ എന്നും പറഞ്ഞ് കാണിക്കും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. റീലോഡ് ചെയ്യുന്നു, മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് റീലോഡ് ചെയ്തു. അതിന് ശേഷം നമുക്ക് നോക്കാം. 10 എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ. -9 എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഈസ് എ നെഗറ്റീവ് നമ്പർ. 0 എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഈസ് സീറോ. ഓക്കെ, അപ്പൊ ഇതാണ് ഈഫ്, എൽസീഫ്, എൽസ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ എൽസീഫ് പോലെ നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും ആ എൽസീഫിനകത്ത് കൊടുക്കാം. ഫസ്റ്റ് ഈഫ് വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് എൽസീഫ് ഓരോന്നും നോക്കും. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ എൽസ് എന്നുള്ള കണ്ടീഷൻ വർക്ക് ചെയ്യും. Okay. അപ്പം ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്